ലോകകപ്പിൽ ഒരു ടീം തോറ്റാൽ അത് വാർത്തയാകും. പക്ഷേ ഒരു ടീം തോറ്റതിന് പിന്നാലെ ഫിഫയ്ക്കെതിരെ തന്നെ പരാതി നൽകി അന്വേഷണം ആവശ്യപ്പെട്ടാൽ അത് വെറും തോൽവിയുടെ കഥയല്ല, ലോക ഫുട്ബോളിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. 2026 ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ പ്രീ ക്വാർട്ടർ മത്സരത്തിന് ശേഷം ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ എടുത്ത തീരുമാനം ഇപ്പോൾ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള മത്സരം സാധാരണ മത്സരമായിരുന്നില്ല. മത്സരത്തിന്റെ ഭൂരിഭാഗവും ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവർ 2 ഗോളിന്റെ ലീഡ് നേടി ലോക ചാമ്പ്യന്മാരെ അർജന്റീന പുറത്താകുമെന്ന അവസ്ഥ വരെ എത്തി. പക്ഷേ അവസാന നിമിഷങ്ങളിൽ എല്ലാം മാറിമറിഞ്ഞു. അർജന്റീന 3 ഗോളുകൾ നേടി മത്സരം 3-2 സ്വന്തമാക്കി. എന്നാൽ മത്സരം കഴിഞ്ഞപ്പോൾ ഈജിപ്ത് പറഞ്ഞത് തോൽവിയെക്കുറിച്ചല്ല, റഫറിങ് ഞങ്ങളിൽ നിന്നും വിജയം കവർന്നു എന്നായിരുന്നു അവരുടെ ആരോപണം. ഈജിപ്ത് ഉയർത്തുന്ന പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി VAR ഇടപെട്ട് ഈജിപ്തിന്റെ നിർണായക ഗോൾ റദ്ദാക്കി. VAR പരിശോധിച്ച ശേഷം ബിൽഡപ്പിൽ ഫൗൾ ഉണ്ടെന്ന കാരണം പറഞ്ഞാണ് ഗോൾ അസാധുവാക്കിയത്. എന്നാൽ നിരവധി മുൻ താരങ്ങളും ഫുട്ബോൾ വിശകലനക്കാരും ഈ തീരുമാനം വിവാദമാണെന്ന് അഭിപ്രായപ്പെട്ടു. രണ്ടാമത്തെ ആരോപണം, അവസാന നിമിഷങ്ങളിൽ മുഹമ്മദ് സലായ്ക്കെതിരെ ഫൗളിന് പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നുവെന്ന് ഈജിപ്ത് പറയുന്നു. പക്ഷേ റഫറി VAR പരിശോധിക്കുകയോ പെനാൽറ്റി അനുവദിക്കുകയോ ചെയ്തില്ലെന്നാണ് അവരുടെ വാദം. അതിന് പിന്നാലെ തന്നെ അർജന്റീന വിജയ ഗോൾ നേടി. ഇതോടെ ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ നേരെ ഫിഫയ്ക്ക് ഔദ്യോഗിക പരാതി നൽകി. പരാതിയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മത്സരത്തിന്റെ റഫറിങ്ങിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, റഫറിയെയും VAR സംഘത്തെയും അന്വേഷണ വിധേയമാക്കണം, അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആ റഫറിമാരെ ലോകകപ്പിലെ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത് വളരെ അപൂർവമായ ആവശ്യമാണ്. ഈജിപ്ത് കോച്ച് ഹൊസം ഹസനും കടുത്ത പ്രതികരണമാണ് നടത്തിയത്. മത്സരത്തിൽ അനീതിയാണ് നടന്നതെന്നും നിർണായക തീരുമാനങ്ങളെല്ലാം അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ചില ഈജിപ്ത് താരങ്ങൾ അതിലും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ലോകകപ്പ് ഫിക്സ്ഡ് ആണെന്ന ആരോപണം വരെ ചിലർ ഉയർത്തി. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ഇതുവരെ യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇവ ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫിഫ എന്ത് ചെയ്യും? റിപ്പോർട്ടുകൾ പ്രകാരം ഫിഫ ഈ പരാതി പരിശോധിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ റഫറിക്കെതിരെ നടപടി പ്രഖ്യാപിച്ചിട്ടില്ല. അന്വേഷണം നടക്കുമോ? നടന്നാൽ അതിൻ്റെ ഫലം എന്താകും? അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകകപ്പിൽ റഫറിങ്ങിനെതിരെ പരാതികൾ പുതുമയല്ല. 2002 ലോകകപ്പിൽ ഇറ്റലിയും പരാതി നൽകിയിരുന്നു. 2017 ഈജിപ്തും സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ വളരെ കുറച്ച് കേസുകളിലാണ് ഇത്തരം പരാതികൾ മത്സര ഫലത്തെ ബാധിച്ചിട്ടുള്ളത്. സാധാരണയായി ഫിഫ മത്സരം വീണ്ടും നടത്തുകയോ ഫലം മാറ്റുകയോ ചെയ്യാറില്ല. അതാണ് ഇതുവരെയുള്ള ചരിത്രം. പക്ഷേ ഇത്തവണ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ മത്സരത്തിലെ VAR തീരുമാനങ്ങളുടെ വീഡിയോകളാണ്. മുൻ താരങ്ങൾ വരെ സംശയങ്ങൾ ഉന്നയിക്കുന്നു. ചില വിശകലനക്കാർ റഫറിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നു. മറ്റു ചിലർ പറയുന്നത് VAR ശരിയായ നിയമപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാണ്. അതിനാൽ അഭിപ്രായങ്ങൾ രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ്. അവസാനമായ ഒരു കാര്യം, ഒരു ടീമിൻ്റെ വികാരം മനസ്സിലാക്കാം. ഒരു തോൽവി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു മത്സരം ഫിക്സ്ഡ് ആണെന്ന് പറയാൻ ശക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈജിപ്തിൻ്റെ പരാതിയും അവരുടെ ആരോപണങ്ങളും മാത്രമാണ്. അവയുടെ സത്യാവസ്ഥ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഫിഫയ്ക്കാണ്. ആ അന്വേഷണം എങ്ങനെയാകും? റഫറിയിങ് ശരിയായിരുന്നോ? അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ പരാതിയിൽ വാസ്തവത്തിൽ കഴമ്പുണ്ടോ? ലോക ഫുട്ബോൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് അതിനുള്ള ഉത്തരമാണ്. അന്വേഷണത്തിൻ്റെ ഫലം എന്തായാലും ഈ മത്സരം 2027 ലോകകപ്പിലെ ഏറ്റവും വിവാദമായ മത്സരങ്ങളൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.